ും ഗ്രീൻലൻഡുകാരെ പ്രേരിപ്പിക്കാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒരുമിച്ചുള്ള പേയ്മെന്റുകൾ വാഗ്ദാനം ചെയ്തു എന്നാണ് ചർച്ചകൾ നടക്കുന്നത്. $10,000 $1,00,000 ഇടയിലുള്ള തുകയാണ് ചർച്ചയായതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു അതിഥിയും കൂടിയുണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായി തന്നെ പ്രതികരിക്കാൻ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവ. ഡോക്ടർ താജ് ആലുവ, ഈ വിഷയത്തിൽ തർക്കം കൂടുതൽ സങ്കീർണമാവുകയല്ലേ? ഇത് നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ സങ്കീർണമാകുകയാണ് വരും ദിവസങ്ങളിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡിലെ ആളുകൾക്ക് ട്രംപ് പണം ഓഫർ ചെയ്യുന്നു. $10,000 മുതൽ $1,00,000 വരെയൊക്കെ അങ്ങ് ട്രംപ് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയല്ലേ ഓരോ ദിവസം കഴിയും തോറും? തീർച്ചയായും ഈ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് അമേരിക്കൻ നിലപാട് തന്നെയാണ്. നമുക്കറിയാം, ട്രംപ് അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ നടത്തിയ പ്രസ്താവനകളിൽ കാനഡ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റും, പനാമ കനാൽ പിടിച്ചെടുക്കും, അതുപോലെ ഗ്രീൻലൻഡ് അമേരിക്കക്ക് സ്വന്തമാക്കും, ഇങ്ങനെയുള്ള ധാരാളം പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷെ ഇതുവരെ അതൊരു തമാശയായിട്ടാണ് പലരും കരുതിയിരുന്നത്. അല്ലെങ്കിൽ ഒരു ട്രംപിന്റെ ഒരു വെറും ഒരു പുലമ്പൽ പോലെയാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ വെനിസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ തട്ടിക്കൊണ്ടു പോയതോടുകൂടി ഈ ട്രംപിന്റെ ഈ വർത്തമാനങ്ങൾ വളരെ ഗൗരവപ്പെട്ടതാണ് എന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് നടത്തിയ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന രൂപത്തിൽ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ 7 യൂറോപ്യൻ രാജ്യങ്ങൾ, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി അടക്കം ഡെൻമാർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത്തരം രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഡെൻമാർക്ക് നാറ്റോ അംഗരാജ്യമാണ്, അമേരിക്കയും നാറ്റോ അംഗരാജ്യമാണ്. ഈ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ നാറ്റോ സഖ്യത്തിൽ അംഗമാണ്. സ്വാഭാവികമായും ഒരു നാറ്റോ അംഗരാജ്യത്തിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണല്ലോ ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലൻഡ്. ഗ്രീൻലൻഡിനെ സ്വന്തമാക്കാൻ, അതിനെ കീഴ്പ്പെടുത്താൻ ട്രംപ് മുതിരുമ്പോ ഈ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഡെൻമാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥതയുണ്ട്. അവർ തീർച്ചയായും അതിന് കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് വളരെ ശക്തമായ സ്വരത്തിൽ മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോ ഡെൻമാർക്കിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപിന്റെ മുന്നിൽ വാസ്തവത്തിൽ ഗ്രീൻലാൻഡ് കീഴടക്കാൻ 2 വഴികളാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഒന്നുകിൽ മിലിറ്ററി അധിനിവേശമാണ്. പക്ഷേ മിലിറ്ററി അധിനിവേശത്തിന്റെ പ്രശ്നമാണ് ഇപ്പോ നമ്മൾ ഏറ്റവും പുതുതായി ലേറ്റസ്റ്റ് ആയി ഡെൻമാർക്കിലെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രശ്നം. അതായത് 2ാം ലോക യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ കോൾഡ് വാർ, ആ ഒരു അതിനുശേഷമുള്ള കോൾഡ് വാറിന്റെ സന്ദർഭത്തിലും കണ്ടാൽ ഉടനെ വെടിവെക്കാനുള്ള, തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏത് അക്രമകാരികളെയും കണ്ടാൽ ഉടനെ വെടിവെക്കാനുള്ള നിർദ്ദേശം, അവരുടെ ചോദ്യങ്ങളൊക്കെ പിന്നീട്, അന്വേഷണമൊക്കെ പിന്നീട്, പക്ഷെ കണ്ടാൽ ഉടനെ വെടിവെക്കുക. ഇത് വാസ്തവത്തിൽ ഡെൻമാർക്കിന് നടപ്പാക്കണമെങ്കിൽ ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇതാണ് ട്രംപിന്റെ മുന്നിലുള്ള ഒരു വഴി, അതാണ് ഒരു മിലിറ്ററി അധിനിവേശമാണ്. പക്ഷെ ആ അധിനിവേശത്തെ ചെറുക്കാൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഡെൻമാർക്കിനെ പിന്തുണക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തെ അതിസങ്കീർണമാക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിണിത ഫലങ്ങളെക്കുറിച്ച്, അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് പല നടപടിയെടുക്കുക. അത് അമേരിക്കൻ ഇമ്പീരിയലിസത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നമ്മളത് കണ്ടു കഴിഞ്ഞത്, ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ആ വിഷയങ്ങളൊക്കെ ലോകത്തിന്റെ മുന്നിലുണ്ട്. രണ്ടാമത് ട്രംപിന്റെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് സോഫ്റ്റ് പവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഗ്രീൻലാൻഡിലെ പൗരന്മാർക്ക് 10,000 മുതൽ $1,00,000 വരെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗ്രീൻലൻഡിന് അമേരിക്കയോടൊപ്പം ചേരാനുള്ള ആ ഒരു താല്പര്യത്തെ കൂടുതലായിട്ട്, അതായത് ആ സോഫ്റ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ഒന്നാമത്തെ സംഗതി അതാണ്, ഗ്രീൻലൻഡിലെ ജനതയെ വിലക്കെടുക്കുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഗ്രീൻലൻഡിലെ ജനത ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് 80% അമേരിക്കയോട് ചേരേണ്ടതില്ല എന്ന അഭിപ്രായമുള്ളവരാണ്. കേവലം ഒരു 15% പേര് മാത്രമാണ് ഞങ്ങൾ അമേരിക്കയുടേതായാലും കുഴപ്പമില്ല, ജീവിത നിലവാരം താഴേക്ക് പോകാതിരുന്നാൽ മതി എന്ന അഭിപ്രായമുള്ളത്. ബാക്കി 5% പേർക്ക് യാതൊരുവിധ അഭിപ്രായങ്ങളുമില്ല. അപ്പോ ആ ഒരു സംഗതിയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 80% പേർ പിന്നെ ഈ പുതിയ സർവേ അനുസരിച്ച് അമേരിക്കയുടെ
അമേരിക്കയുമായി ഗ്രീൻലൻഡ് ചേരുന്നതിനോട് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും മറ്റു പല വഴികളും സ്വീകരിക്കേണ്ടി വരും. അതിൽ വേറൊരു സംഗതിയാണ് ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഗ്രീൻലൻഡിലെ ജനങ്ങളും ഡെൻമാർക്കും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. അതായത് അവിടുത്തെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഗതാഗതം, പിന്നെ സ്വന്തം ആഭ്യന്തര കാര്യങ്ങൾ, ഇതൊക്കെ ഗ്രീൻലൻഡിന്റെ സ്വന്തം അവിടുത്തെ ബ്യൂറോക്രാറ്റുകളും അവിടുത്തെ ഗവൺമെന്റും നിർവഹിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. ഡെൻമാർക്കിനോടുള്ളത് ഒരു ഫെഡറൽ ബന്ധം മാത്രമാണ് ശരിക്ക് ഡെൻമാർക്കിനോട് ഗ്രീൻലാൻഡുമായിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ഗ്രീൻലൻഡിലെ ഡെൻമാർക്കിനോട് എതിര് നിൽക്കുന്ന പൗരപ്രമുഖർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവരെ കൊണ്ട് കൂടുതൽ ഡെൻമാർക്കുമായി അകലുന്നതിനുള്ള വഴികൾ ആലോചിക്കുക. ഈ രണ്ട് വഴികളാണ് ഇപ്പോൾ വാസ്തവത്തിൽ അമേരിക്കക്ക് മുന്നിലുള്ളത്. മിലിറ്ററി അധിനിവേശത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അത് യൂറോപ്യൻ രാജ്യങ്ങളുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലൂടെ മാത്രമേ അമേരിക്കക്ക് സാധിക്കുകയുള്ളൂ. അമേരിക്ക വിചാരിച്ചാൽ അത് സാധിക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് മിലിറ്ററി പവറുണ്ട്. പവർ ഉപയോഗപ്പെടുത്തി പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാൻ മടിയില്ലാത്ത ഒരു പ്രസിഡന്റ് ഉണ്ട്. ഇമ്പൾസീവായിട്ട് തീരുമാനം എടുക്കുന്ന, തോന്നുന്ന സമയത്ത് എടുക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ മാർച്ചില് ഗ്രീൻലൻഡ് സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രീൻലൻഡും ഡെൻമാർക്കും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുന്നതിന് പരിശ്രമിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു. JD വാൻസ് അന്ന് 2025 മാർച്ചിൽ അവിടെ വെച്ച് പറഞ്ഞത് ഡെൻമാർക്ക് ഗ്രീൻലൻഡിലെ പൗരന്മാരെ പരിഗണിക്കുന്നില്ല. ഗ്രീൻലൻഡിലെ പൗരന്മാരുടെ ജീവിത സൗകര്യങ്ങളോ അവരുടെ ക്ഷേമമോ അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ട് ഗ്രീൻലൻഡിലെ ജനങ്ങൾ അതൃപ്തരാണ് എന്ന അർത്ഥത്തിലൊക്കെ സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ഈ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്.